ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാനൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ചെറിയൊരു സ്പെഷ്യലൊക്കെ ഉണ്ട് കേട്ടോ. ബ്രദറിൻ്റെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എൻ്റെ ബ്രദേഴ്സ് എല്ലാം ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ. എന്തായാലും 14 ദിവസം ക്വാറൻറ്റൈനിലിരിക്കണം. അപ്പം അങ്ങനെ ക്വാറൻറ്റൈനും കാര്യങ്ങളും എല്ലാവരും ഉള്ളപ്പോൾ ഉള്ള ആ ഒരു തിരക്കും ഒക്കെ ആയിട്ടാണ് കുറച്ച് ദിവസം വീഡിയോസൊന്നും ശരിക്കും പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇപ്പോൾ ക്വാറൻറ്റൈൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വേറൊരു ദിവസം വേറൊരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം, നേരിട്ട് വന്ന് തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ ക്വാറൻറ്റൈൻ ടൈമിലാണ് ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊരു സെലിബ്രേഷൻ, എന്തായാലും സെലിബ്രേഷൻ എന്നൊന്നും പറയാനില്ല, നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒരു കേക്ക് കട്ടിങ്, പിന്നെ ഉച്ചക്കൊരു മന്തി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കേക്കിൻ്റെ റെസിപ്പി മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഒരു വ്ളോഗായിട്ടൊന്നും എടുക്കാൻ എനിക്ക് അന്നേരം പറ്റിയില്ല കേട്ടോ. അപ്പം കേക്ക് ലെച്ചസ് കേക്കാണ് ഉണ്ടാക്കിയത്. കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കേക്കാണ്. അടിപൊളിയാണ് കേട്ടോ, ഉണ്ടാക്കാനും ഈസിയാണ്, ഒരുപാട് ടൈമൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നോക്കാം. സാധാരണ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് സോക്ക് ചെയ്യുന്നതിന് പകരം 3 ടൈപ്പ് ഓഫ് മിൽക്ക് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് എഗ് വൈറ്റ് വേറൊരു ബൗളിലും എഗ് യോക്ക് വേറൊരു ബൗളിലായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പം 4 മുട്ടൻ്റെ വെള്ളം ഒരു ബൗളിലിട്ടിട്ട് അത് നന്നായി അടിച്ച് പതപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. പിന്നെ ഈ ഒരു ലെച്ചസ് കേക്ക് എന്നല്ല, പൊതുവേ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്യുമ്പം നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് കിട്ടും. അപ്പം ഞാനിപ്പം എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സാധാരണ പഞ്ചസാരയാണ് എടുത്തത്, പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, സാധാ പഞ്ചസാരയാണ്. നല്ലൊരു ക്രീമായി കിട്ടണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ക്രീമാക്കി എടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. എന്താ പറയുക, നല്ലൊരു പഞ്ഞി പോലെ ആക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മഞ്ഞ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം മുട്ടയുടെ മഞ്ഞയിലേക്കാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മുട്ടയുടെ മഞ്ഞ നന്നായി മിക്സാക്കി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം പഞ്ചസാര പൊടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പൊടിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പം പൊടിച്ചിട്ടല്ല ചേർത്തത്, 1/2 കപ്പ് സാധാ പഞ്ചസാരയാണ് ചേർത്തത്. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയെടുക്കാം. പിന്നെ ഈ ഒരു മുട്ടയുടെ മഞ്ഞയിലാണ് എപ്പോഴും ആ ഒരു സ്മെല്ലുണ്ടാവാൻ. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും. പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, നമ്മുടെ ഈ ഒരു മുട്ടയുടെ മഞ്ഞ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, ചെറിയൊരു ഫീഡായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അളന്ന് വെച്ചിട്ടുള്ള 1/4 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ചായിട്ട് ചേർത്ത് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഈ ഫ്ലോർ ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനിപ്പം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചായി ചേർത്തിട്ട് വേണം മിക്സ് ആക്കിയെടുക്കാൻ. മൈദയും അതുപോലെ തന്നെ ഓയിലും, പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലും. ചെറിയ ചൂട് എന്ന് പറയുമ്പോൾ നമുക്ക് കൈകൊണ്ട് തൊടുമ്പം ചൂടുണ്ട് എന്നേ അറിയണ്ടു, അല്ലാണ്ട് വലിയ ചൂടൊന്നും വേണ്ട. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ അത് ശരിയാവില്ല കേക്കിന്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1/4 കപ്പ് മൈദ, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാല്, ഇത് മൂന്നും കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ക്രീമാക്കി മിക്സാക്കി എടുക്കണം. പിന്നെ ഇതൊക്കെ ചേർക്കുമ്പം ബീറ്റർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരുപാട് അങ്ങനെ എന്താ പറയുക, ഹൈ സ്പീഡിൽ കുറേ സമയമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പതയൊക്കെ അങ്ങ് അടങ്ങിപ്പോവും. റബ്ബർ സ്പാച്ചുല ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പം ബീറ്ററാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും ലോ സ്പീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇതിപ്പം മഞ്ഞയിലെല്ലാം നന്നായി ചേർത്തിയിട്ടുണ്ട്. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സാക്കി എടുക്കണം. എഗ് വൈറ്റ് മിക്സാക്കുമ്പോഴും ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് ഫോഴ്സ് ചെയ്തിട്ട് അങ്ങനെ മിക്സാക്കരുത്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ, അതായത് ഒരു റൗണ്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പിന്നെയും അങ്ങനെ അത് സ്ലോ ആയിട്ട് സാവധാനത്തിൽ ചെയ്താൽ മതി.
കാരണം ഇതിൻ്റെ പത അടങ്ങിപ്പോയാൽ കേക്കിൻ്റെ ആ ഒരു ഫ്ലഫി നമുക്ക് കിട്ടൂല, നല്ലൊരു സ്പഞ്ചി ആയിട്ടുള്ളത് കിട്ടൂല. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ആ മഞ്ഞയും വെള്ളയും എല്ലാം നന്നായി മിക്സ് ആവുന്ന കണക്കിന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അങ്ങനെ ഇതാ ഇപ്പം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. അതെല്ലാം നോൺ സ്റ്റിക്ക് പാനിലിട്ടിട്ട് അങ്ങനെയും ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനും ഇപ്പം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഏറ്റവും സിമ്മാക്കിയിട്ട് ഗ്യാസ് അടുപ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഴയ മൂടിയാണ് ഇതിനായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പാന് വെച്ച് അടച്ച് വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പം ഒരു 25 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. നമ്മുടെ ഗ്യാസിൻ്റെ ഏറ്റവും ചെറിയ അടുപ്പിൽ വെച്ചാൽ മതി. അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഓവനിലാണെങ്കിൽ കേക്ക് ബാറ്റർ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 25 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ പറയാമെന്ന് വെച്ചാൽ കേക്കിൻ്റെ കുറച്ച് അധികം സമയം വെച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു പൊങ്ങലൊക്കെ കുറച്ച് അടങ്ങിയ പോലെ ആയിപ്പോയി. ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് വേറെ പണിയൊക്കെ ആയപ്പം ഇതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ 20 മുതൽ 25 മിനിറ്റ് മാക്സിമം നമ്മൾ 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കുക. എന്നിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റ് കൂടുതൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് 25 മിനിറ്റിലും കൂടുതൽ സമയം വെച്ചുപോയി. അപ്പോൾ കേക്ക് ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയ പോലെ ആയിപ്പോയി. പക്ഷെ നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചിയാണ്. ഇനിയിപ്പം കേക്ക് ഒന്ന് ചൂടാറാനായിട്ട് അവിടെ വെക്കാം. അതിനിടയ്ക്ക് നമുക്കൊന്ന് മിൽക്ക് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു 3 മിൽക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. റിച്ച് മിൽക്കാണ് എടുത്തത്. ഇതിലേക്കൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീം, അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്താലും മതി. പിന്നെ ഒരു 1/2 ടിന്നോളം മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ട് തന്നെ സ്വീറ്റിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ 1/2 ടിന്ന് പോരാൻ തോന്നുവാണെങ്കിൽ, ആ ഒരു സ്വീറ്റ് ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ ഒരു മിക്സാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഷുഗർ സിറപ്പ് എടുക്കുന്നതിന് പകരം ഇത് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം കേക്ക് ഈ ഒരു ബൗളിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതിലാണ് ചെയ്യാൻ പറ്റുക. അല്ലാണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കേക്കിൻ്റെ ബോർഡിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ മിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പം പുറത്തായി പോകാത്ത വിധത്തിലുള്ള ഒരു ബൗൾ എടുക്കുക. ഞാനിപ്പോൾ ഇത് പുഡിംഗ് ബൗളാണ് എടുത്തത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫോർക്ക് വെച്ച് നന്നായി ഒന്ന് കേക്ക് കുത്തി കൊടുക്കണം. ഉള്ളിലേക്ക് ആ ഒരു മിക്സൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കേക്ക് നന്നായിട്ടിപ്പം ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, മിൽക്ക് മിക്സ്, അത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാനിപ്പം ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചിട്ട് ജസ്റ്റ് അത് നന്നായിട്ട് ഈ ഒരു കേക്ക് കുടിക്കണം. ആ ഒരു പാലിൻ്റെ മിക്സ് കേക്ക് നന്നായി കുടിക്കണം. അപ്പോൾ അതിനെന്തായാലും ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ കുറഞ്ഞത് വെക്കണം. എന്നാലേ അത് ഈ കേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പം ഞാനിപ്പം 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിത് ഫ്രിഡ്ജിലേക്കാണ് മാറ്റുന്നത്. ഫ്രിഡ്ജിൽ അതവിടെ ഒരു 3-4 മണിക്കൂർ ആകുമ്പോഴേക്കും നന്നായിട്ട് കേക്ക് അബ്സോർബ് ചെയ്യും ആ ഒരു മിൽക്ക് മിക്സ്. അതിനിടയ്ക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പം ഫിയോണ വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ജസ്റ്റ് മുകളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ പിന്നെ കേക്ക് കുറേ സമയമൊന്നും എനിക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. കുറച്ച് അധികം സമയം വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം കേക്ക് നന്നായിട്ട് ഈ മിക്സൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുമ്പം കുറച്ചും കൂടെ സ്പോഞ്ചി ആവും. അപ്പോൾ എനിക്ക് കുറേ സമയം വെക്കാൻ പറ്റില്ല, ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കേക്ക് വേണമെങ്കിൽ ഹൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ക്രീം ഇട്ട് കൊടുക്കാം. അപ്പം വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു കേക്ക് വേണമെങ്കിൽ നമുക്ക് ഹൈറ്റ് ഉള്ളതാണെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. സാധാരണ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നില്ല, അതേപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് ക്രീമൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് ആ ഒരു മിക്സ് ആദ്യം ഒഴിച്ചിട്ട് പിന്നെ ക്രീം വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റയൊന്നിൽ തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കണം. അപ്പം ഞാനിപ്പം ചോപ്പ് ചെയ്തിട്ട് പിസ്ത വെച്ച് കൊടുക്കുന്നുണ്ട്.
പിസ്ത, ബദാം, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പം പിസ്ത, ബദാമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈഡ് റോസ് പെറ്റൽസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റോസ് വീട്ടിലുണ്ട് ഇവിടെ. അപ്പം തലേന്ന് പറിച്ചിട്ട് ഫ്രീസറിൽ വെച്ചത്. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയി. അത് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതാ ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് എന്താ പറയുക, എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് കേക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഉണ്ടാക്കിയ പാടെ കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് വരാൻ കുറച്ചും കൂടെ ടൈം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് സെറ്റായതിന് ശേഷം എടുത്ത് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിയ മന്തി റെസിപ്പി ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മന്തി റെസിപ്പി. അതിൽ നിന്ന് വലിയ വ്യത്യാസം ഇല്ലെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു വ്യത്യാസമൊക്കെ ഉള്ളൊരു മന്തിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോഴൊക്കെ നോട്ടിഫിക്കേഷനും കിട്ടും. ഇനിയിപ്പം ഡെയിലി വീഡിയോസ് ഇടാൻ ഞാൻ എന്തായാലും ശ്രമിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റാ.